ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ അതേ ഇവിടെ രാവിലെ ഒരു തകർപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. ഇന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. പുട്ടുണ്ടാക്കുന്ന വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കടലക്കറി മിസ്സായി. ഞാനും ചേട്ടനും കൂടെ ആഴ്ച 2-3 ദിവസമാണ് ഇവിടെ എറണാകുളത്ത് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. വന്ന പാടെ തന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അജണ്ട. അപ്പോൾ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് നല്ല പണി ഉണ്ടാവും. വീടൊക്കെ ചപ്പൊക്കെ കയറി കിടക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലാണ് മെയിൻ പരിപാടി. വന്ന ഉടനെ തന്നെ കുളിച്ച് ഫ്രഷായി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നേരെ പോകുന്ന ഇവിടെ അടുത്തുള്ള ഒരു സഞ്ചിക എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോയി ഒന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. എൻ്റെ മെയിൻ ഇഷ്ടം ഒരു സ്ഥലമാണ് ഇവിടെ ഒന്ന് കുറേ നേരമൊക്കെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇതേ ഭൂതത്താൻകെട്ട് ഡാമിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വന്ന പാടെ തന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ തുടങ്ങി കേട്ടോ. എൻ്റെ മെയിൻ ഹോബി തന്നെ അതാണ്. അപ്പോൾ അതേ ചേട്ടൻ അവിടെ ഇങ്ങനെ ചേട്ടൻ്റെ പരിചയത്തിലുള്ള ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ദേ ഇവിടെ കിടന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടേതായ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ സഞ്ചികയിലോട്ട് പോവുകയാണ്, സൂപ്പർ മാർക്കറ്റിലോട്ട്. അങ്ങനെ നമ്മൾ സഞ്ചിക സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടോ. അപ്പോൾ അതേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തേക്ക് പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് വാങ്ങിക്കാൻ ഞാൻ വിട്ടുപോയ സാധനം വാങ്ങിക്കാനാണ് ഇപ്പോൾ ഈ സഞ്ചികയിൽ വന്നത് കേട്ടോ. അങ്ങനെ അതേ ബാസ്ക്കറ്റ് എടുത്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മറക്കാണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കരിക്കിൻ്റെ ഐസ്ക്രീം കൂടെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിക്കിൻ്റെ ഐസ്ക്രീം. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പോകുന്നത് കുട്ടമ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല കുട്ടമ്പുഴയിലേക്ക് പോകാൻ. അപ്പോൾ കുട്ടമ്പുഴയും അവിടെ നിന്ന് പുയ്യമ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തു. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ബൈക്കിലാണ് പോണത്. ഞാനും ചേട്ടനും ഒക്കെ ഇങ്ങനെ ഫ്രീ ആവുന്ന സമയങ്ങളിൽ ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കാണാം. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നേരം പോയി സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ ഞങ്ങളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത് ചേട്ടന് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം ചേട്ടൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ കുട്ടമ്പുഴയിലേക്ക് പോവാണ്. അങ്ങനെ ഇതേ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 വശത്തും കാടാണ്. ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പുഴ കാണുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അവിടെ എത്തി. എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഇതേ അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം. അപ്പോൾ ഇവിടെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. കൂടുതൽ സമയങ്ങൾ ഇവിടെയൊക്കെ തന്നെയാണ് കറങ്ങി ചുറ്റിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് ദൂരം കൂടി ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ കുട്ടമ്പുഴ എത്താറായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പുലിമുരുകൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സീനൊക്കെ ഈ പോകുന്ന സ്ഥലങ്ങളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴും ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാണ്. അതേ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതേ ആ കുട്ടമ്പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പോകുന്ന സ്ഥലമൊക്കെ എന്ത് ഭംഗിയെന്നറിയോ. ഒന്നും എനിക്കത് പറയാൻ പറ്റുന്നില്ല. ചെന്ന് അതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ.
അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. നിന്ന് പോയിട്ട് ഭയങ്കര മഴ വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നന്നായി നനഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി നിൽക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ നേരെ പൂയംപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ നല്ല സ്ഥലമുണ്ട്, അവിടെയും കൂടി ഒന്ന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പോവാണ്, പൂയംപള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം എന്തേ ചേട്ടൻ എന്നോട് പറയും, നിനക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒരു കുടയോ ഒരു തോർത്തോ എടുത്ത് വണ്ടിയുടെ അകത്ത് ഇടാൻ പാടില്ലായിരുന്നോ എന്ന്, ഞാൻ അറിഞ്ഞോ മഴ പെയ്യുമെന്ന്. അങ്ങനെ കുറേ ചീത്തയൊക്കെ കേട്ട് കാറിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞാൻ വിചാരിച്ച് നേരെ വീട്ടിലോട്ടായിരിക്കും പോകുന്നതെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ ഞങ്ങളിതേ പൂയംപള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു കടവ് പോലുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നപ്പോൾ ഒരു ജീപ്പ് വളരെ നിസ്സാരമായിട്ട് തോണിയിൽ കയറി പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാനിങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ ചോദിച്ചാൽ അക്കരയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ജീപ്പിൻ്റെ കൂടെ കയറി. അത് ശരിക്കും എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി ഉടനെ എനിക്ക് ഭയങ്കര പേടിയുമുണ്ട്, അതിലുപരി എനിക്ക് സന്തോഷവുമുണ്ട്, ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെ, ഈ ജീപ്പിൻ്റെ കൂടെ ഇങ്ങനെ തോണിയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിത് അക്കരെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 3 ചേട്ടന്മാർ ഉണ്ട് ഓൾറെഡി ഈ വണ്ടിയുടെ കൂടെ തന്നെ. ഈ വണ്ടി അക്കരയ്ക്ക് കടന്ന് അവർ അങ്ങോട്ടൊക്കെ വീടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്ത് ഈ ജീപ്പ് അക്കരയ്ക്ക് പോയിട്ടാണ് അതുവഴി അവർ പോകുന്നത്. തിരിച്ച് അവിടെ നിന്നും ജീപ്പ് വരുന്നുണ്ട്. അവിടെ ഇനി റോഡുണ്ടോ വീടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് അയ്യോ, ഞാനിവിടെ വന്നില്ലായിരുന്നു, ഈ ഒരു എക്സ്പീരിയൻസൊക്കെ എനിക്ക് മിസ്സാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്നോട് രാവിലെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങും പോണ്ട, വീട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞതാണ്. വീണ്ടും ചേട്ടൻ നിർബന്ധിച്ച് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ശരിക്കും ഞാൻ ഇന്നും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമാവുമായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസൊക്കെ. അങ്ങനെ അതേ ഞങ്ങൾ വന്ന വഞ്ചി ഉണ്ടല്ലോ, അത് കടവിലേക്ക് അടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അടുത്തതിന് ശേഷം ഈ ജീപ്പ് ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ജീപ്പ് വീണ്ടും കയറും കേട്ടോ. അങ്ങനെയാണ്.
ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പൂയംപള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഇതിനെക്കാട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തത് കൂടുതലും സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതേ ഓരോ വണ്ടികൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ തടികളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ. ഇങ്ങനെ പുഴയുടെ സെൻറ്ററിൽ കൂടെ ഒരു പാലം പോവുക, കൈവരിയൊന്നുമില്ല കേട്ടോ. എന്ത് രസമാണെന്ന് പറയുമോ. ഇതുവഴി ബസ് റൂട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. തീർച്ചയായിട്ടും വരാത്തവർ എന്തായാലും ഇവിടെ വരണം. അങ്ങനെ എനിക്കും ഇവിടെയൊക്കെ വരാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്ര നല്ല ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറയണം, നിനക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ, ഇപ്പോൾ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ അങ്ങനെ അധികം താല്പര്യത്തോടുകൂടി വരുന്ന വീഡിയോസൊന്നുമല്ല. ഞാൻ പോയി എൻ്റെ ഒരു സന്തോഷത്തിന് പോയി എടുക്കുന്നതാണ്. ഞങ്ങൾ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ടയർഡായിപ്പോയിട്ടോ. 2 സ്ഥലത്തും ഓടിയും ചാടിയും പുഴയിലൊക്കെ വെള്ളത്തിലും ഇറങ്ങി കളിച്ചൊക്കെ ശരിക്കും ഞാനങ്ങ് തളർന്നു പോയി. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും നനഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെന്താ വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുകയാണ്. ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമെന്നാണ് പറയണേ. അങ്ങനെ ആ ചേച്ചി ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ ആനയുടെ ശല്യങ്ങൾ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഒരു സങ്കടം തോന്നി. ഒരു കൃഷി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതെല്ലാം വന്ന് നശിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പാവമല്ലേ ശരിക്കും. അങ്ങനെ ഞങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അങ്ങനെ ആ ചേച്ചിയുമായിട്ട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ കുറച്ച് നേരം പങ്കുവെച്ച് ഞങ്ങൾ പോവാണ്. കുറച്ച് നേരത്തെ പരിചയമാണെങ്കിൽ പോലും എന്തോ ആ ചേച്ചിയോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടോ, ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു പെരുമാറ്റവും സംസാര രീതിയും കൊണ്ടായിരിക്കാം. ഇനി വരാം, ഇനി കാണാം എന്നൊരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അങ്ങനെ ദേ പോകുന്ന വഴിക്കൊരു ബോർഡ് കണ്ടു കേട്ടോ. ഇവിടെ കപ്പയും കട്ടനും ചമ്മന്തി ഉണ്ടാവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടപാടെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. കട്ടനും കപ്പയ്ക്കും പകരം എന്താ ഉണ്ടായോ, കൊത്തു പൊറോട്ട. കയറിയതല്ലേ കൊത്തു പൊറോട്ടയെങ്കിൽ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞു ഒരെണ്ണം ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നല്ല ചൂട് കട്ടനും കൊത്തു പൊറോട്ടയും വന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നെയാണ് ഈ വീഡിയോ ഞാൻ എടുത്തതെങ്കിലും ഇപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ ഇടുന്നത് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ തന്നെ കിടക്കുമല്ലോ ഞങ്ങൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.